എനിക്ക് അവൾ ചുണ്ടുകൾ മെല്ലെ അകത്തി. ഇച്ചായ, നമ്മുടെ മോൾക്ക് നമ്മുടെ ഇഷ്ടമല്ലേ എന്നും അവളുടെയും? പിന്നെ ഈ ചോദ്യത്തിന് തന്നെ ആവശ്യമുണ്ടോ? സാറ പറഞ്ഞതും ജെന്നിയുടെ ഉള്ളൊന്നുലഞ്ഞു. എൻ്റെ കൊച്ചിനെ എനിക്കറിയാം. ഈ നിമിഷം വരെ അതെൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണെന്ന് കൂട്ടിക്കോ. സാറ അഭിമാനത്തോടെ അവളെ ചേർത്ത് പിടിച്ച് ചിരിയോടെ പറഞ്ഞു. ജെന്നി നിസ്സഹായായി നിന്നുപോയി. അവൾക്ക് ഉള്ളിലുള്ളത് തുറന്നു പറയാൻ എന്തോ ഒരു തടസ്സം. എങ്കിൽ പിന്നെ നമുക്കിതുമായി മുന്നോട്ട് പോകാമല്ലോ, അല്ലേടാ കുഞ്ഞാ? സഖി സന്തോഷത്തോടെ ചോദിച്ചു. എൻ്റെ കൊച്ചിന് എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് മറ്റെന്ത് നോക്കാനാ? മാനുവൽ ചിരിച്ചു. എന്നാ വാ, കുടുംബക്കാർ മുഴുവൻ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പം തന്നെ ഇതങ്ങ് പ്രസന്റ് ചെയ്തേക്കാം. ആരുടെ ഭാഗത്തു നിന്നും എതിർപ്പൊന്നും ഉണ്ടാകില്ല. ഒരു നിമിഷം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് ജെന്നി അറിഞ്ഞു. ഒരു മിന്നായം പോലെ ദേവന്റെ മുഖം അവളുടെ ഉള്ളിൽ മിന്നി മാഞ്ഞു. ഇടനെഞ്ചിൽ വാൾ തറച്ച പോലെ അവൾ പിടഞ്ഞു. പപ്പ, എനിക്ക് ജെന്നിയോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്നുണ്ട്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ. അലക്സി മാനുവലിനെ നോക്കി. അതിനെന്താ, അലക്സി സംസാരിക്കേ. എൻ്റെ കൊച്ച് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ട് ഓള് പാവമാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ചിലപ്പോൾ ചോക്ലേറ്റിലെ നായികയെ പോലെ വല്ല പണിയും ഒപ്പിക്കും പെണ്ണ്. അതാ മുതല്. അതുകൊണ്ട് നേരത്തെ അങ്ങ് പറയാം, ഇവൾക്ക് വിക്കലോ വിറയലോ ചമ്മലോ ചളിപ്പോ ഒന്നും തന്നെ ഇല്ലാത്ത അപാര തൊലിക്കട്ടിയുള്ള മുതലാ കേട്ടോ. സാറ ചിരിയോടെ പറഞ്ഞു. ഇന്നിപ്പോ ഫസ്റ്റ് ടൈം കാണുന്ന ഇവർക്കൊക്കെ ഞങ്ങളുടെ കൊച്ച് അല്പം അടക്കോ ഒതുക്കോ ഉള്ള ടൈപ്പാണെന്ന് കാണിക്കാനാണ് ഈ അയ്യോപാവൻ ലുക്ക്. ഇതാണ് ഒറിജിനലെന്ന് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇച്ചായ, സഖി, വാ, നമുക്കങ്ങോട്ട് മാറാം. അവർ എന്നതാന്ന് വെച്ചാ സംസാരിക്കട്ടെ. സാറ ചിരിയോടെ നടന്നതും അവർ പിന്നാലെ നടന്നു. ജെന്നി വെട്ടിൽ വീണതുപോലെ നിന്നുരുകി. എടോ, സാറാഞ്ചി പറഞ്ഞതുപോലെയാണ് താനെങ്കിൽ എന്തിനാടോ ഇത്ര ടെൻഷൻ? ഞാൻ തന്നോട് ഓപ്പണായി സംസാരിക്കാനാണ് ടൈം ചോദിച്ചത്. തൻ്റെ മനസ്സിൽ എന്താണെങ്കിലും തുറന്നു പറഞ്ഞു. കോളേജ് വരെ ഈ സുന്ദരി കുട്ടിയെ ആരും പ്രപ്പോസ് പോലും ചെയ്തില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടനൊന്നും അല്ല ഞാൻ. അലക്സി ചിരിയോടെ പറഞ്ഞു. എനിക്ക് മുന്നേ ഈ ഹൃദയക്കൂടിൽ ആരെങ്കിലും കൂടുകൂട്ടിയോ? അത് ഞാൻ. ജെന്നി സാറയുടെ വാക്കുകൾ ഓർത്തു. തനിക്ക് എന്നെപ്പറ്റി ഒന്നും അറിയില്ല അല്ലേ? എന്നെപ്പറ്റി മറ്റാരെങ്കിലും പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ പറയുന്നതല്ലേ? ഞാൻ അലക്സി സക്കറിയ, സക്കറിയയുടെയും മേരിയുടെയും ഒരേ ഒരു പുത്രൻ. ഞാൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. എനിക്കൊന്നിനും ഒരു കുറവും വരുത്താതെയാണ് അവർ വളർത്തിയത്. +2 പഠിക്കുമ്പോൾ എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. ജെന്നി ഞെട്ടലോടെ തലയുയർത്തി അവനെ നോക്കി. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ മമ്മ പെട്ടെന്ന് പോയപ്പോൾ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയ സമയത്ത് ഞാൻ അവളിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ അവളും എന്നെ കൈവിട്ട് കളഞ്ഞു. പപ്പ മദ്യത്തെ ആശ്രയിച്ചു. എനിക്കെൻ്റെ മനസ്സു തുറക്കാൻ, ആശ്രയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ മമ്മ അവൻ്റെ തൊണ്ടയിടറി. ജെന്നിയാണ് എന്ത് പറയണമെന്നറിയാതെ പകച്ചു. ആദ്യമായാണ് ഇത്രയും മുതിർന്ന ഒരാൾ ഇങ്ങനെ ഇമോഷണലാകുന്നത് അവൾ അടുത്ത് കാണുന്നത്. അതിലെന്തോ അവൾക്കൊരു വല്ലായ്മ തോന്നി. അലക്സി മുഖം അമർത്തി തുടച്ചു തിരിഞ്ഞു. സോറി, ഞാൻ പെട്ടെന്ന് മമ്മയെ ഓർത്താ ഞാൻ ഇങ്ങനെയാണ്. സോറി. എല്ലാറ്റിനെയും എതിർത്ത് തോൽപ്പിച്ച് തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. ഇപ്പോൾ പപ്പയുടെ ഹൃദയത്തിൻ്റെ തന്നെ ഭാഗമായ ആളുടെ മകളെ എനിക്ക് വേണ്ടി ആലോചിക്കുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണുള്ളിൽ. എൻ്റെ പപ്പ എന്നും എനിക്ക് വേണ്ടി
ബെസ്റ്റ് തന്നെ തിരഞ്ഞെടുക്കൂ എന്നെനിക്കറിയാം. എൻ്റെ പാർട്ട്ണറുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അലക്സി ചിരിയോടെ അവളെ നോക്കി. ഒന്ന് പുഞ്ചിരിക്കാൻ പോലും അവൾക്കായില്ല. ഇനി താൻ തന്നെക്കുറിച്ച് പറയടോ. ഒന്നും വിളിക്കണ്ട, സത്യം മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് എന്നെപ്പറ്റി ഞാനിപ്പോ എന്താ പറയേണ്ടത്? എൻ്റെ ഈശോയെ, ഇങ്ങനെ ഒരവസ്ഥ ഇതാദ്യമായാണ്. ജെന്നി കൂൾ. എന്നിട്ടങ്ങോട്ട് പറ, നിന്റെ മനസ്സിൽ നിന്റെ ദേവേട്ടനാണെന്ന്. അവളുടെ മനസ്സ് അലറി വിളിച്ചു. പക്ഷേ നാവിൻ തുമ്പിലേക്ക് അതെത്തിയില്ല. ഓക്കേടോ, തനിക്ക് എന്നെ അത്ര പരിചയമില്ലല്ലോ, അതാണ് ഈ കൺഫ്യൂഷൻ. സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് സംസാരിക്കാൻ. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ഇനിയിപ്പോ എപ്പോൾ വേണമെങ്കിലും കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാലോ. ഒന്നിച്ച് ജീവിതം തുടങ്ങും മുന്നേ പരസ്പരം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അലക്സി ചിരിയോടെ നടന്നു നീങ്ങി. അവൾ വുഡൻ ബെഞ്ചിലേക്കിരുന്നു. എന്തൊക്കെയാണ് നിമിഷ നേരം കൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്നത്? എൻ്റെ ആഗ്രഹം വെറും സ്വപ്നമായി ഉള്ളിലടക്കാനാണോ ഈശോയെ നിന്റെ തീരുമാനം? ദേവന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സാറ നിറഞ്ഞ പുഞ്ചിരിയോടെ നടന്നു വരുന്നത് കണ്ടതും ജെന്നി മുഖം തുടച്ചു. എൻ്റെ ആൺകുട്ടിക്ക് നാണമാണോ? അലക്സി അങ്ങെത്തിയിട്ടും എൻ്റെ ചുണക്കുട്ടിയെ കാണാഞ്ഞിട്ടാ മമ്മി ഇങ്ങോട്ട് വന്നത്. മോൾക്ക് അലക്സി ഇഷ്ടായോ? അവൾ മുഖം കുനിച്ചു പിടിച്ചു. അയ്യോ, ഇത്ര നാണോ? മോളെ, ഓവറാക്കല്ലേ. നിനക്കൊരു നാണോ ഇല്ലെന്ന് ഈ മമ്മിക്ക് നന്നായി അറിയാം. പിന്നെ എൻ്റെ മുന്നിലാണോ ഈ വേഷം കെട്ട്? വല്യമ്മച്ചി മണവാട്ടിക്ക് എന്തോ തരാൻ നിൽക്കുന്നുണ്ട്. എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ എൻ്റെ കൊച്ചിന് കിട്ടുന്നത് കാണുമ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പുക. അറിയോ എൻ്റെ മോൾക്ക്? സാറയുടെ സ്വരമിടറി. മമ്മി. വേദനയോടെ ജെന്നി അവരുടെ തോളിൽ തല ചായ്ച്ചു. ഒന്നുമില്ലടാ, വെറുതെ ഇവിടെ എത്തിയപ്പോൾ മുതൽ പഴയ കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തുക. വെറുതെ വേദനിപ്പിക്കാൻ, അല്ലാതെന്താ? അവർ കണ്ണീരിൽ ഒന്ന് പുഞ്ചിരി തൂകി. മോള് വാ, എൻ്റെ മോളിലൂടെ വേണം എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കാൻ. ജെന്നിയുടെ കണ്ണുനീർ സാറയുടെ ഷോൾഡറിനെ കുതിർത്തു. എന്താടാ, ഇങ്ങനെ ഒരു പതിവില്ലല്ലോ. മമ്മിയുടെ വിഷമം കണ്ടിട്ടാണോ? ഇത് വിഷമമല്ലടാ, സന്തോഷമാ, ഉള്ള നിറഞ്ഞ സന്തോഷം. അവർ അവളെ ചേർത്ത് പിടിച്ചു. ജെന്നിയുടെ ഹൃദയം കടൽ പോലെ ആർത്തിരമ്പി. ആ സമയം അനീറ്റയെ തപ്പി നടക്കുകയാണ് തസ്നിയും പാർവതിയും. ഈ പെണ്ണിത് എവിടെ പോയി? ക്യാൻറ്റീനിൽ പോയി നോക്കാം. വിഷമമാണെന്ന് പറഞ്ഞ് ഉള്ള പഴംപൊരി മുഴുവൻ വാങ്ങി അകത്താക്കി ഇരിക്കുന്നുണ്ടാകും. തസ്നി പറഞ്ഞതും പാറു ചിരിച്ചു. അവർ ചെല്ലുമ്പോൾ വിനുവുമായി സംസാരിച്ച് ചായ മുത്തുന്ന അനിയെ കണ്ട് കണ്ണു തള്ളിപ്പോയി. ഇവളിത് എന്തു ഭാവിച്ചാ? സാറെങ്ങാനും കണ്ടുകൊണ്ട് വന്നാ തീർന്നു. അങ്ങേർക്കാണെങ്കിൽ ഒടുക്കത്തെ കുശുമ്പ. നീ കണ്ടിരുന്നോ പാറു? അവൾ രാവിലെ ആ ചെയിനിൽ തടവിയിരുന്നു. അത് കണ്ടിട്ടാ അയാൾ ഇവളെ ഗെറ്റ് ഔട്ട് അടിച്ചത്. ഹേ, ആണോടാ? അതേടാ, ഞാൻ കണ്ടിരുന്നു. നമ്മുടെ ജെന്നി പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിൽ ഇനി അങ്ങോട്ട് നടക്കപ്പോറത് യുദ്ധമെന്ന്. അതിനുള്ള തിരി കൊളുത്തിയിട്ട് അവള് മുങ്ങി. ഇനി എപ്പോ പൊങ്ങുവോ ആവോ? ആർക്കറിയാം. ഈ പെണ്ണ് തരം കിട്ടുമ്പോൾ മുഴുവൻ അങ്ങേരെ വട്ടാക്കുന്നുണ്ട്. അവരെ കണ്ടതും അനി കൈ ഉയർത്തി. വാ വാ എന്ന അവരെ കടന്ന് മുന്നിലേക്ക് വന്നത് കിഷോറായിരുന്നു. ദൈവമേ! അനിയുടെ കൈ മെല്ലെ അങ്ങ് താണുപോയി.
തസ്നി ചിരി അടക്കി. വീണ്ടും അടി പൊട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അനിയുടെ ഒപ്പം ചിരിയോടെ ഇരിക്കുന്ന വിനുവിനെ കണ്ടതും കിഷോറിന്റെ മുഖം മുറുകി. അവൻ കത്തുന്നൊരു നോട്ടം അനിയുടെ നേർക്ക് അയച്ചുകൊണ്ട് അടുത്ത ടേബിളിലിരുന്നു. അനി മുഖമൊന്ന് കോട്ടി. തനി, പാറു, വാ, നിങ്ങൾ ബോറടിച്ച് ചത്തു അല്ലേ? ഞാനും വിനുവേട്ടനും സംസാരിച്ചുകൊണ്ട് 3 പഴംപൊരി അകത്താക്കി. വിനുവേട്ടൻ്റെ കോമഡി കേട്ട് ചിരിച്ച് ചിരിച്ച് ഞാനൊരു പരുവായിപ്പോയി. എന്തൊരു ഹ്യൂമർ സെൻസാന്നറിയോ വിനുവേട്ടന്? ആമ്പിള്ളേരായാലും ഇങ്ങനെ വേണം, അല്ലാതെ ഏത് സമയവും ഞാനെന്തോ വല്യവനാണെന്ന ഭാവം പാടില്ല. എനിക്കാണേ ഈ വിനുവേട്ടനെ വല്ലാതങ്ങ് ഇഷ്ടമായി. കിഷോറിനെ ഒന്ന് നോക്കിക്കൊണ്ട് അനി ഉറക്കെ പറഞ്ഞു, ചേട്ടാ ഒരു ചായ. അത് കാര്യമാക്കാതെ കിഷോർ ഓർഡർ ചെയ്തു. അല്ലടോ, നിങ്ങളുടെ ചുണക്കുട്ടി എവിടെ? ജെന്നിഫർ, വിനു ചോദിച്ചു. അറിയില്ല വിനുവേട്ടാ, ഇപ്പൊ ഒന്ന് വിളിക്കാം. നേരത്തെ വിളിച്ചിട്ട് പെണ്ണ് എടുത്തില്ലെന്നേ. അനി എണീറ്റ് നിന്ന് ജീനിന്റെ പോക്കറ്റിൽ കൈയിട്ടു. ഷോർട്ട് ടോപ്പ് ഒരൽപ്പം പൊങ്ങിയതും കിഷോറിന്റെ മുഖം ചുവന്നു. അവന്റെ കണ്ണുകൾ വിനുവിൽ തറച്ചു. അവന്റെ കണ്ണ് അനിയുടെ ഇടുപ്പിലാണെന്ന് കണ്ടതും കിഷോറിന് ദേഷ്യം വന്നു. അവൻ ചുറ്റും ഒന്ന് നോക്കി. കുട്ടികൾ മിക്കവരും ചുറ്റിനും ഉണ്ടെന്ന് കണ്ടതും അവൻ സ്വയം ഒന്നടങ്ങി. അനി ഫോൺ എടുത്തുകൊണ്ടിരുന്നു. ജെന്നിയുടെ നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്ത് പിടിച്ചു. ബെല്ലടിച്ചു നിന്നു. നോ രക്ഷ. ഈ പെണ്ണ് എവിടെ പോയി? വസുദേവ് അവിടേക്ക് വന്ന് അവർക്കൊപ്പം ഇരുന്നു. എന്താണ് ഒരു ഗൂഢാലോചന? ഏയ് ഒന്നുമില്ല, ഞങ്ങള് വെറുതെ. അല്ലടോ, നിങ്ങളുടെ ഫ്രണ്ട് ഇന്ന് എന്താ വരാത്തത്? അത് തന്നെയാ ഞങ്ങളും പറഞ്ഞത്. ദേ ഇപ്പൊ വിളിച്ചേയുള്ളൂ, കിട്ടിയില്ല. കിട്ടിയില്ലേ? അതെന്താ? അയ്യോ അതല്ല, അവൾ എടുത്തില്ല, അതാ പറഞ്ഞു വന്നത്. എന്നാ ആ നമ്പർ ഒന്ന് തന്നേ, ഞാനൊന്ന് വിളിച്ചു നോക്കാം. വസുദേവ് പറഞ്ഞതും അവർ പരസ്പരം നോക്കി. എന്താടോ അനി, ഇന്നലെ അയാളുടെ കയ്യിൽ നിന്നും വാങ്ങാൻ മറന്നതാ. താൻ പേടിക്കണ്ട, മറ്റുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. കൊടുക്കെന്ന് തനി കണ്ണു കാട്ടി. അനി നമ്പർ പറഞ്ഞു കൊടുത്തു. വസു ഏറുന്ന നെഞ്ചടിപ്പോടെ അതിലേക്ക് ഡയൽ ചെയ്തു. ഹലോ. ജെന്നിയുടെ സ്വരം. അവന്റെ ഹൃദയം മിടിക്കാൻ പോലും ഒരു നിമിഷം മറന്നുപോയി. ഹലോ. അവൾ വീണ്ടും പറഞ്ഞു. മോളെ ജെന്നി, വന്നേ, വല്യമ്മച്ചി വിളിക്കുന്നു. ഫോട്ടോ എടുത്തിട്ട് നമുക്കിറങ്ങാം. അലക്സിയും പപ്പയും കാത്തു നിൽക്കുക. ആരുടെയോ ശബ്ദം. എല്ലാവരും അവനെ തന്നെ നോക്കിയിരുന്നു. ആ വരുന്നു മമ്മി. ഹലോ, ആരാ? ഞാൻ. അനി പെട്ടെന്ന് ഫോൺ തട്ടിയെടുത്തു. എടി കോപ്പേ, നീ ഇതെവിടെ പോയി പണ്ടാരം അടങ്ങി കിടക്കുക? നീ എന്താ വിളിക്കാത്തത്? പോട്ടെ, നീ എന്താ ഞങ്ങൾ വിളിച്ചാ എടുക്കാത്തത്? ദേ പെണ്ണെ, നാളെ നീങ്ങ വന്നില്ലേ ഞങ്ങൾ അങ്ങോട്ട് വരും, പറഞ്ഞേക്കാം. അനി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. ഡാ. ജെന്നിയുടെ ചിലമ്പിച്ച സ്വരം. എന്താടാ? അനിക്ക് ടെൻഷൻ. ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക, നാളെ വരും, ജെന്നി പറഞ്ഞു. എന്താടാ വല്ലാതെ? ഒന്നുമില്ലടാ. അവളുടെ ഒച്ച അടഞ്ഞുപോയി. ജെന്നി, നീ ഓക്കെ അല്ലേടാ? അനിക്ക് ഡൗട്ട്. അതേടാ, നാളെ വരാം. എടാ പിന്നെ നമ്മുടെ ചെയർമാനും വിനുവേട്ടനും നിന്നെ തിരക്കി കേട്ടോ. ഞങ്ങൾ ക്യാൻറ്റീനിൽ പഴംപൊരി തട്ടുവാ. അനി ചിരിയോടെ പറഞ്ഞതും ചെയർമാൻ എന്ന് കേട്ട് അവൾ തറഞ്ഞു നിന്നുപോയി. കൊടുക്കട്ടെ? അനി ചോദിച്ചതും ജെന്നി പെട്ടെന്ന് ഫോൺ കട്ടാക്കി. ഹലോ ഹലോ ജെന്നി, ഡാ. അനിയുടെ വിളി കേട്ട വസു വല്ലാണ്ടായി. അവൾക്ക് എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലേ? അവൾ എന്തിനാണ് കട്ടാക്കിയത്? എന്തോ
എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താകും അത്? വസു ആലോചനയോടെ നിന്നു. ഓയ് ചേട്ടാ, എവിടെ പോയി? ജെന്നിയുടെ കോൾ കട്ടായിപ്പോയി. പക്ഷേ നമുക്ക് പരിചയമുള്ള ജെന്നി ആയിരുന്നില്ല ഇപ്പോൾ എന്നോട് സംസാരിച്ചത് എന്നൊരു തോന്നലല്ലേ, വെറുതെയാകാനും മതി. എല്ലാ തോന്നലുകളും സത്യമാകണം എന്നില്ലല്ലോ, അല്ലേ? ജെന്നി ചിരിയോടെ പറഞ്ഞുകൊണ്ട് കിഷോറിനെ ഒളിക്കണ്ണിട്ട് നോക്കി. ഇന്നിപ്പോ ക്ലാസ് ഇല്ലല്ലോ, നമുക്ക് വിട്ടാലോ? വിനിച്ചേട്ടാ, എന്നെ വീട്ടിലേക്ക് വിടുന്നത് ജെന്നിയാ. അവളിന്നില്ലല്ലോ. ചേട്ടന് പറ്റുമെങ്കിൽ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാവോ? അതിനെന്താ, നമുക്ക് ആരുടെയും ശല്യമില്ലാതെ ഒന്നും മിണ്ടാനും പറയാനും അതാ സൗകര്യം. വിനു അവസരത്തിനൊത്തുയർന്നു. എന്നാ പോകും വഴി ഒരു ഐസ്ക്രീം. സെറ്റ്. വിനു വിരൽ ഉയർത്തി. എന്നാ വാ. വിനു എണീറ്റ് അവളുടെ നേർക്ക് കൈ നീട്ടി. അനി ആ കയ്യിൽ ചാടി പിടിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നാളെ കാണാം. ആ ചെല്ല്, നാളെ കാണാം. അനി പുച്ഛം വാരി വിതറി കിഷോറിനെ ഒന്ന് നോക്കി. വാതിൽ ചെന്ന് അവൾ ഒന്ന് തിരിഞ്ഞ് കൂട്ടുകാരെ നോക്കി ഉറക്കെ പറഞ്ഞു, അതെ, ഞാൻ നാളെ സെക്കൻഡ് അവർ ആവുമ്പോഴേക്ക് വരാം കേട്ടോ. അത്രയും സമയം കൂടി കിടന്നുറങ്ങാലോ. വെറുതെ ഇവിടെ വന്നിട്ട് ആരെ കാണാനാ? പാറു അമ്പരന്ന് പോയി. എടി പൊട്ടി, ഫസ്റ്റ് അവർ കിഷോർ സാറാ. സാർ എന്തായാലും ക്ലാസ്സിൽ കയറ്റില്ല. അതിൻ്റെ വീമ്പ് കുറച്ചില്ല. ഇവളുടെ ഒരു കാര്യം. പാറു ചിരിയോടെ തലയാട്ടി. അനിയും വിനുവും പോയ പിറകെ പായുന്ന കിഷോറിനെ കണ്ട് തനി വസുവിനെ നോക്കി. ഇത് ഒരു കരയ്ക്ക് എത്തുവോ ചെയർമാനെ? പോക്ക് കണ്ടിട്ട് ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തുമെന്നാ തോന്നുന്നത്. ആയാ മതിയായിരുന്നു. പാർവതി, നിലവിളിക്കും പോലെ ഒരു ശബ്ദം. എല്ലാവരുടെയും കണ്ണുകൾ വാതിലിലേക്ക് തിരിഞ്ഞു. വിയർത്ത് കുളിച്ചു നിൽക്കുന്ന ആ ആളെ കണ്ട് പാറുവിന്റെ കണ്ണുകൾ ഇടുങ്ങി.